മക്കളെ, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം ഒക്കെ അടുത്തെത്താറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളൂ. എക്കണോമിക്സിലാണെങ്കിൽ നമുക്ക് 17 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലും ഒക്കെ ആയിട്ട് 17 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് +1 എക്കണോമിക്സിലെ ഫോക്കസ് ഏരിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഭാഗങ്ങൾ, ഓരോ ചാപ്റ്ററിലെയും വിട്ടുകളയാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഒന്നും കൂടി പറയുകയാണ്, ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഈ വീഡിയോയിൽ അവസാനം വരെ നമ്മൾ പറയാൻ പോകുന്ന ഭാഗങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകളയാനായിട്ട് പാടില്ല. അതൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അതിനെന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നതാണ്. അപ്പം നമുക്ക് ആ ഏരിയ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ കാര്യങ്ങൾ തന്നെ നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ദ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഫോറിൻ ട്രേഡ് എന്നൊരു ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. മിനിമം 3 മാർക്കിനായിരിക്കും മാക്സിമം ഫോറിൻ ട്രേഡ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഫോറിൻ ട്രേഡിൽ ഒരു 4 പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ഉണ്ട് നമ്മുടെ ആ സമയത്ത്, ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അത് 3 മാർക്കിനും 4 മാർക്കിനും ചിലപ്പോഴൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വരാറുണ്ട്. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇതേപോലെ 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്തായാലും പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അടുത്ത ഇന്ത്യൻ എക്കണോമി 1950 to 1990 എന്നുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ് 2 മുതൽ 5 മാർക്കിന് വരെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 4 ഗോൾസ് ആണുള്ളത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. പിന്നെ ഗ്രീൻ റവല്യൂഷൻ 5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ IPR 3 മുതൽ 4 മാർക്ക് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് IPR, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. IPRനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ 2 മാർക്കിനൊക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്, എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമി 1950 to 1990 എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്തോളാം, പഠിച്ചിട്ട് തന്നെ പോയിക്കോളാം. ഓക്കെ. എന്നാൽ അടുത്തത് നമ്മുടെ LPG എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും അത് 3ഉം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലിബറലൈസേഷനിൽ നിന്ന് മാത്രമായിട്ട് 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ WTOന്റെ ഒബ്ജക്റ്റീവ്സും എന്താണ് ഔട്ട്സോഴ്സിങ് എന്നുള്ളതുമാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ. ഇതിനടുത്തത് ഈ 3 പോളിസിയുടെയും നമ്മുടെ എക്കണോമിയിൽ ഉണ്ടായ ഇമ്പാക്ട്, ആ ഇമ്പാക്ട് മാത്രമായിട്ടൊക്കെ 5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മുടെ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ സാധാരണ 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കാറ്റഗറൈസേഷൻ ഓഫ് പോവർട്ടിന്ന് 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ കോസസ് ഓഫ് പോവർട്ടി 5 മാർക്കിന് വരെ കോസസ് ഓഫ് പോവർട്ടിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ പോവർട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകളയാൻ പാടില്ല. പിന്നെ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് ആകെ ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ വിടാതെ പഠിക്കേണ്ട കാര്യം. അത് 5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ റൂറൽ ഡെവലപ്മെന്റ് നമ്മുടെ എല്ലാവരും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ നമുക്ക് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ആ ചാപ്റ്റർ അത്യാവശ്യം മുന്നിലേക്ക് കയറി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ റൂറൽ ഡെവലപ്മെന്റിലെ ചാലഞ്ചസ്, റൂറൽ ഡെവലപ്മെന്റിന്റെ ചാലഞ്ചസ് 3 മാർക്കിന് വരെ വരാം. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് 5 മാർക്കിന് വരെ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് മക്കളെ കഴിഞ്ഞ തവണയൊക്കെ 8 മാർക്കിന് വന്നത്. ഇപ്പോൾ 8 മാർക്കിന് വരെ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗത്തുനിന്ന് അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ ആ ഒരു ഏരിയയിൽ നിന്ന് 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ ഓർഗാനിക് ഫാമിങ്ങിന്റെ ബെനിഫിറ്റ്സ് അതൊരു 4 മാർക്കിന് വരെ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആ സെക്ടേഴ്സിലുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വെക്കുക. പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, എവിടെ നോക്കിയാലും ഈ ചോദ്യമാണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, 4 മാർക്കിന് വരെ വരാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. 4 മാർക്കിന് വരെ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ.
ദെൻ അടുത്തത് നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മക്കളെ 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് 4 മാർക്കിന്. ദെൻ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഏതൊക്കെയാണ്? നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, ഓസോൺ ഡിപ്ലീഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ലാൻഡ് ഡിഗ്രഡേഷൻ്റെ ഒക്കെ കോഴ്സസ് 5 മാർക്കിനൊക്കെയാണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഇതാണ് നമ്മുടെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതെന്തായാലും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതൊരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. അതിൽ ചൈനയുടെ ഡെവലപ്മെന്റ് പാത്ത് 5 മാർക്കിന് വരെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. പിന്നെ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്, 3 രാജ്യങ്ങളുടെയും ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് 1 മാർക്കിന് മുതൽ ചോദ്യങ്ങൾ വന്ന് കാണുന്ന ഒരു ഭാഗമാണ്. 1 മാർക്കിന് മുതൽ 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നിർബന്ധമായും പഠിക്കുക. 2 മുതൽ 4 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കളക്ഷൻ ഓഫ് ഡാറ്റ അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ 5 മാർക്കിന് വരുന്ന ചോദ്യമാണ്. പൈലറ്റ് സർവേ 2 മാർക്കിനും 3 മാർക്കിനൊക്കെ വരുന്നതാണ്. മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ 5 മാർക്കിന്. ഏതോ ഒരു തവണ മാത്രം അത് 8 മാർക്കിന് കണ്ടിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റയും ഓരോ മെത്തേഡ്സിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പിന്നെ നമ്മുടെ സാമ്പിളിംഗ് മെത്തേഡ്സ്, അതുപോലെ തന്നെ സാമ്പിൾ സർവേ, സെൻസസ് സർവേ, ഇതൊക്കെ 4 മാർക്കിന് ചോദിക്കാം. സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ് എറർ 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് കാണുന്ന ഭാഗമാണ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റ പഠിക്കുന്ന സമയത്ത് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിലെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് ആക്കുന്നതൊക്കെ നമുക്ക് 4 മാർക്കിന് വരെ വരാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, അത് നിർബന്ധമാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ എല്ലാവരും പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മുടെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ ആണെങ്കിൽ പാർട്സ് ഓഫ് എ ടേബിൾ 4 മാർക്കിന് വരെ ചോദിക്കുന്നുണ്ട്. പൈ ഡയഗ്രം ഈ പറഞ്ഞ പോലെ 4 മാർക്കിന് വരെ ചോദിക്കുന്നുണ്ട്. ഹിസ്റ്റോഗ്രാം 4 മാർക്കിന് മുതൽ 5 മാർക്കിന് വരെ ചോദിക്കുന്നുണ്ട്. ഒജീവ് മക്കളെ 8 മാർക്കിന് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളതാണ്. നമ്മുടെ ഒജീവ് വരച്ച് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടി നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ് 8 മാർക്കിന് ഇത് 3ഉം കൂടെ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് സാധാരണ രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് കാണാറുള്ളത്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെച്ചേക്കുക. അതും കണ്ടിന്യൂസ് സീരീസിൽ മീനും, മീഡിയനും, മോഡും കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിനാണെങ്കിൽ സ്കാറ്റർ ഡയഗ്രാം 5 മാർക്കിന് വരെ വരാം. അതുപോലെ തന്നെ കാൾപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനും റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനും ഈ പറഞ്ഞ പോലെ 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആ 2 ഇക്വേഷനും കൂടെ പഠിച്ചാൽ മതി. അതാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആണെങ്കിൽ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് 2 മാർക്കിന് മുതൽ 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരും. സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ഈ പറഞ്ഞ പോലെ 2 മാർക്കിന് മുതൽ 4 മാർക്കിന് വരെ കാണാറുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ സ്റ്റെപ്സ് ആണ്. ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ സ്റ്റെപ്സ് ആണ്. അത് ഈ പറഞ്ഞ പോലെ 2 മാർക്കിനാണ് എല്ലാ ചാപ്റ്ററിലും കാണാറ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. 4 മാർക്കിന് വരെ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് +1 എക്കണോമിക്സിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാതെ, പഠിക്കുന്ന സമയത്ത് ഒരിക്കലും മറന്നു പോകരുത്. ഇത്രയും ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കണ്ടന്റ് വീഡിയോസ് ഇതേപോലെ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്തോളാം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മോഡൽ എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.